ബ്രോ ഓണം ബമ്പർ എനിക്ക് അടിച്ച എത്ര രൂപ കൈ കിട്ടുമായിരിക്കും? ആദ്യത്തെ ലോട്ടറി അടിച്ച് 25 കോടി രൂപയാണ് ആദ്യത്തെ, അല്ല 25 കോടിയുടെ 10% ആദ്യത്തിന് ലോട്ടറി ഇട്ട് ഏജൻസിക്ക് പോയി എന്ന് വെച്ചാൽ എത്ര രൂപയാണ്? 2,50,00,000 രൂപ പോയി. പിന്നെ ഉള്ളത് എത്രയാണ്? 22,50,00,000 രൂപ. അതിന്റെ 30%ആണ് ടി ഡി എസ് ആയിട്ട് കട്ട് ചെയ്യുന്നത്. 6,70,50,000 രൂപ ടി ഡി എസ് ആയിട്ട് കട്ട് ചെയ്യുന്നു. ആദ്യത്തിന് പിന്നെ കിട്ടുന്ന എത്രയാണ്? 15,75,00,000 രൂപയാണ് ആദ്യത്തിന് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഓ, അപ്പൊ 2.5 6 75 9 പോയി. ബാക്കി 15 വീട്ടിൽ കൊണ്ടുപോകാനോ എനിക്ക്? ഈ പറഞ്ഞ 15,75,00,000 രൂപ ആദ്യത്തിന്റെ സേവിങ്സ് അക്കൗണ്ടിലിട്ട് വരും. അത് സത്യം തന്നെ. അതിനുശേഷം ആദ്യത്തിന് അടുത്ത സാമ്പത്തിക വർഷം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ആ ഫയൽ ചെയ്യുന്ന സമയത്ത് ആദ്യത്തിന്റെ ആൾറെഡി 30% ടി ഡി എസ് കട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തിന് കട്ട് ചെയ്യപ്പെട്ട ടി ഡി എസ് 6,71,00,000 രൂപയാണ്. കൂടാതെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ആദ്യത്തിന് വീണ്ടും ഈ 6,71,00,000 രൂപയുടെ 25% സർചാർജും കൂടാതെ 6,71,00,000 രൂപയുടെ 4% എഡ്യൂക്കേഷൻ സെസ്സും കൂടി അടയ്ക്കാൻ ബാധ്യസ്ഥനാണ്. ഇതെല്ലാം പിടിച്ചിട്ട് ആക്ച്വലി എന്റെ കയ്യിൽ എത്ര കിട്ടും അതൊന്ന് പറയാമോ? ആയിത്യ, നീ എന്തായി പറയുന്നത്? നിനക്ക് ലോട്ടറി അടിച്ചില്ലല്ലോ. നീ ഇരുന്ന് മനക്കോട്ട കെട്ടാതി. നിനക്ക് ആണ് അടിക്കുന്നതെങ്കിൽ 25 കോടി ലോട്ടറി നിനക്കാണ് അടിക്കുന്നതെങ്കിൽ നിന്റെ കയ്യിൽ കിട്ടാൻ പോകുന്നത് അറൗണ്ട് ഒരു 13,29,25,000 രൂപയായിരിക്കും നിന്റെ കയ്യിൽ കിട്ടാൻ പോകുന്നത്. ഇത് മാത്രമല്ല, ഇതിലും ലിസ്റ്റ് ഉണ്ട്. ഈ എമൗണ്ട് വെച്ച് നീ എന്തെങ്കിലും എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും നീ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനാണ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ ലോട്ടറി ഇൻകത്തിന്റെ ടാക്സബിലിറ്റി?